നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സ്ഥിരം വീഡിയോകൾ പോലെ തന്നെ ഇതിന് ചിലവ് വളരെ തുച്ഛമാണ്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ കുറച്ച് വേസ്റ്റായിട്ടുള്ള ബോക്സസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കേബിളിൻ്റെ റോളാണ് കേട്ടോ. അത് കൂടാതെ ഫോയിലിൻ്റെ ഒക്കെ അകത്തുള്ള പേപ്പർ റോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു പേപ്പറിൻ്റെ റോൾ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കേബിൾ റോളിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് കേബിൾസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിലേക്ക്. പേപ്പർ റോള് മെഷർ ചെയ്ത് മുറിച്ചതാണ്. അത് ഇതുപോലെ ഒന്നൊന്നായി ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എല്ലാം കൃത്യമായിട്ട് ഒരേ മെഷർമെൻ്റ് അല്ല എടുത്തേക്കുന്നത്. നമ്മൾ ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്ക് സൈഡിൽ നമ്മളൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു കാണുന്ന സ്പേസിലാണ് നമ്മൾ കേബിൾസൊക്കെ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ബോക്സസൊക്കെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് നമ്മുടെ ഇൻറ്റീരിയറിനൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂവും ബ്ലാക്കും വെച്ചിട്ടാണ് സ്പ്രേ പെയിൻറ്റ്. ഇത് നമ്മുടെ കേബിൾ ഡിസ്പ്ലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ് കേട്ടോ. അത് കൂടാണ്ട് ഒരു മരമല്ല, സപ്രസ് ചെയ്തേക്കുന്ന പേപ്പർ, അതിൻ്റെ ഒരു സ്റ്റാൻഡ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു വാൾപേപ്പർ ബബിളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പവർ എക്സ്റ്റൻഷന് മുകളിലായിട്ട് ഡ്രിൽ ചെയ്തു കേട്ടോ. ആദ്യം ചെയ്തപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ സ്റ്റിക്ക് ചെയ്യാൻ മറന്നുപോയി. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് കഴിഞ്ഞാൽ കച്ചറയൊക്കെ അതിൻ്റെ അകത്ത് വരും, നമ്മുടെ ഫ്ലോറിൽ വീഴൂല. അപ്പോൾ 2 സ്റ്റാൻഡ് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടി വിയുടെ താഴെ ഒരെണ്ണം, അത് കൂടാണ്ട് ചാർജിങ് സ്റ്റേഷന് തൊട്ട് മുകളിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റാൻഡ്. അപ്പോൾ ഡിവൈസസൊക്കെ നമുക്ക് ഇതുപോലെ കീപ്പ് ചെയ്യാം. അതിൻ്റെ കേബിൾ മാത്രം പുറത്തേക്ക് വരും. അഡീഷണൽ എക്സ്ട്രാ കേബിൾസൊക്കെ നമ്മൾ ബാക്കിലുള്ള ആ സ്പേസിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അപ്പോൾ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. എല്ലാവരും കീപ്പ് വാച്ചിങ്, സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.